ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ വെറൈറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടും നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ വരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതല്ല, ചിക്കൻ ലെഗ് മാത്രമല്ലാതെ എല്ലാ പീസും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള എല്ലാ പീസും നമുക്ക് എടുക്കാവുന്നതാണ്. തീരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട. കുറച്ച് വലിപ്പത്തിനുള്ള പീസാക്കിയിട്ട് നമുക്കൊരു മീഡിയം വലിപ്പത്തിന് നമുക്ക് ചിക്കൻ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി വേണ്ട ചെറിയൊരു മസാല കൂട്ടം ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള എന്നാലേ കുറച്ച് കളറ് കൂടുതലുള്ള മുളകാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. എരിവ് കൂടുതലായിട്ടുള്ള മുളകാണെന്നുണ്ടെങ്കിലും 4 തന്നെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ മുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ആദ്യം നമ്മുടെ മുളക് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടിയാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണ്ടേ, കരിഞ്ഞു പോകരുത്. ലൈറ്റായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആ മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഇനി കൂട്ടി വെക്കരുത്. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുളകെല്ലാം ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. കൂടുതൽ അളവിൽ ചേർക്കരുത് കേട്ടോ. മുഴുവൻ മല്ലിയും ചേർത്തിട്ട് ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടിയാണ്. അതും കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് കുരുമുളക്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതായത് 1 ടീസ്പൂൺ അളവിലൊക്കെ കുരുമുളക് മതിയാവും കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് വറ്റൽമുളക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എരിവിന് വേണ്ടിയിട്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വറന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊരു ചെറിയൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതേ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് സാധാരണ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ തന്നെ ചേർക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോട് മാറ്റിയിട്ട് എൻ്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് കൂടുതൽ സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 2 സവാളയാണ്. ഇതിന് പകരം തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ആ സവാള നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് സാധാരണ എപ്പോഴും നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കാറുള്ളത്. അതുപോലെ ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ നമ്മുടെ ഗ്രേവി അത്രയും വിചാരിക്കുന്ന ആ ഒരു രീതിക്ക് തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ കളറ് മാറുന്നവരെ, നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെയും ഇതൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഒരല്പസമയം ഞാനിതൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു സമയം മാത്രമേ ചേർക്കാവൂ, ഫസ്റ്റിലേ ചേർക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ ഈ സവാള എല്ലാം വഴണ്ട് വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പിന്നീട് കളർ മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല.
ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഏകദേശം 1 ടീസ്പൂൺ നിറയെ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് മീഡിയത്തിൽ വേണം കേട്ടോ വെച്ചിരിക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇരുന്നാലും തീരെ ഫ്ലെയിം കുറഞ്ഞു പോകരുത്. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടൊരു ഗ്രേവി ഉണ്ടായി തുടങ്ങും. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ചിക്കനിലെ വെള്ളം തന്നെ ധാരാളം മതിയാവും. അതല്ല തീരെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം നമുക്കിപ്പോൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു 5 മിനിറ്റ് മാത്രം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം മാത്രമേ ആയിട്ടുള്ളൂ. ഞാനിതൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിലും തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട് കേട്ടോ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലുള്ള ഏകദേശം വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേവി ആയി തുടങ്ങും. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കൻ വേകാനും ആവശ്യത്തിന് ഒരു 1/2 കപ്പ് അളവിൽ മാത്രം നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഈ ചിക്കനൊക്കെ വേവിക്കുന്ന സമയത്ത് എപ്പോഴും പകുതി അളവിൽ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഹാർഡായി പോകും, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടില്ല. ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടല്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്, അതിൻ്റെ പേരിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടിയാണ്. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല, പകരം ഇതുപോലെ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചിക്കൻ ലെഗ് ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഇളക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് ഇതങ്ങ് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ പതുക്കെ വേണം കേട്ടോ. ചിക്കൻ ലെഗാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വീണ്ടും ഒന്ന് ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇത്രയും സമയം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഫ്ലെയിം വീണ്ടും കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. കുറച്ചും കൂടി കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് നമുക്ക് ഈ ഒരു സമയം തിളപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ വെള്ളം വെച്ചിട്ടുള്ളൂ. എന്നാൽ ശരി, ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ജ്യൂസിയും എന്ത് ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചിക്കൻ വെറൈറ്റി ഇതാണെന്ന്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പൊറോട്ടയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചിരിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കുന്നൊക്കെ ഉള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.